നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. മൃഗീയമായ രീതിയിൽ ഞാൻ നിങ്ങളെ കളിയാക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. ഒരു നേതാവ് അതിൻ്റെ ഫ്രണ്ട് വന്ന് നിൽപ്പുണ്ട്. പുള്ളിക്കാരെ ചത്താലും മാറത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ വീഡിയോക്കകത്ത് നോക്കി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ് നടുക്ക് നിൽക്കുന്നത്. പാവം പിടിച്ച പ്രതിപക്ഷ നേതാവ് ഫ്രണ്ടിലേക്ക് വരാൻ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ്. മൂന്നാമെന്ന് പറയുമ്പോൾ ഒരാൾ 500 രൂപയ്ക്ക് 2000 രൂപയുടെ അഭിനയം അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ ശ്രീനിവാസൻ സത്യനന്ദിക്കാടിൻ്റെ സിനിമയില്ലേ, സെയിം സാധനം, സെയിം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇത് റിയൽ ലൈഫിൽ കാണേണ്ടി വരുന്ന മലയാളിയുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ഇവരെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുക ഫ്രണ്ടിൽ, ഒരു റിപ്പം മുറിക്കാനാണ് ഇത്. ഈ ഒറ്റ വീഡിയോക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കാണാം. ഇനി ഇവർ അധികാരത്തിൽ വരുമെന്നുള്ള സംശയമാണ് കേരളത്തിൽ. 2 പ്രാവശ്യമായിട്ട് പ്രതിപക്ഷത്താണ്. ഇനി വലിയ ചാൻസ് ഒന്നുമില്ല. എന്നാലും ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ഒറ്റ ഫ്രെയിമിനകത്ത് ഇടിപിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഒന്ന് KC വേണുഗോപാൽ, പുള്ളിക്കാരന് ഒരു സാധ്യത കേരളത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയാവാനുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇപ്പം പുള്ളി സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ പുള്ളി സൈഡിൽ നിൽക്കുകയാണ്. 3 പാവം പ്രതിപക്ഷ നേതാവ് ഇടിയിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റ്, ഈ സ്റ്റേറ്റിന്റെ KPCC പ്രസിഡന്റ് ഈ വീടിക്കകത്ത് ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത്. കഷ്ടാവസ്ഥ എന്ന് ആലോചിക്കും. ഒരു സ്റ്റേറ്റിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് വരെ ഇടിയിട്ട് പിന്നിലായി പോകുന്ന ഒരവസ്ഥ. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 4 പേരും കൂടി ഇങ്ങനെ ഇടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ നോമിനിയായിട്ടുള്ള ആൾക്കാരാണല്ലോ MLA മാർ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിച്ചിട്ട് ഇവിടെ ഒന്നെങ്കിൽ LDF വരും, അല്ലെങ്കിൽ BJP ഇവരുടെ സ്പേസിലേക്ക് വരും. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇവർക്ക് ഇനി അടുത്ത പ്രാവശ്യം കേരള നിയമസഭയിൽ ലീഗിൻ്റെ പിന്നിലെ, ഇപ്പം തന്നെ ലീഗ് പറയാം, അതിൻ്റെ പിന്നാലെ ഓടുന്നൊരു പാർട്ടിയാണ് ഇവർ കോൺഗ്രസ് എന്ന് പറയും. ഇപ്പോൾ ലീഗിനേക്കാൾ കൂടുതൽ MLA സീറ്റുണ്ട്, 5-6 കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ലീഗ് എന്ന് പറയുമ്പം ഈ മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അവരെക്കാൾ കുറച്ച് സീറ്റും കൂടെ ഉള്ളൂ ഇവർക്കുള്ളത്. ഇതും കൂടെ ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേനും അങ്ങ് തീരും എന്നുള്ളത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കോൺഗ്രസ് എന്നൊക്കെ പറയാൻ കരുതി ഈ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ മോശം ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ കേരളത്തിലെ മലയാളികളൊക്കെ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തോ മഹാസംഭവമാണെന്നോ. ചുമ്മാ ഒരു ഫാമിലിക്ക് ഉണ്ട്, ഒരു നെപ്പോക്ക് ഉണ്ട്. നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം, നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഇവരെല്ലാം കൂട്ടിരുന്ന് ജയ് വിളിക്കുന്നു. ഇവിടെ കുറേ കോൺഗ്രസ്സുകാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ ജാതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 50-55 വയസ്സിന് മുകളിലുള്ള തലനച്ച അമ്മമാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ഇതൊക്കെ വംശനാശം വന്നിട്ടുണ്ട് കേരളത്തിൽ. ചെറുപ്പക്കാർ കൂടുതൽ ഇപ്പം BJPയിലേക്കും അതുപോലെ തന്നെ CPM-ലും നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി. ഇവർക്ക് യുവാക്കളൊന്നും ഇല്ല, വലിയ പാടാ. പിന്നെ ഇതുപോലെ അടികൂടി ഇടി ഉണ്ടാക്കി കയറി വരണ്ടേ? അതൊക്കെ ഏത് കാലത്ത് കയറി വരാന് വലിയ പാട് തന്നെ കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഇടിയൊന്നും ഉണ്ടാക്കേണ്ട വന്നില്ല. നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ ഒക്കെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് കയറി ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവും ആയതാണ്. പുള്ളിക്കങ്ങ് ഒരു കഴിവില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, പുള്ളിക്കങ്ങ് ഒരു കഴിവില്ലാത്ത ഒരാൾ ഇരിക്കുകയാണ്. ഈ ഊതി വീർപ്പിച്ച ബലൂണാണ്. ഇടയ്ക്ക് പാർലമെന്റ് BJP-ക്കാരുണ്ടെന്ന് മുട്ടുസൂചി കൊണ്ട് ഒരു ഊത്ത് വിട്ട് അത് പൊട്ടിപ്പോ. പിന്നെ സൈഡിൽ പുള്ളിക്കാരൻ മാറി ഇരുന്നത് ഗോഷ്ട് കാണിക്കുന്നതാണ് പാർലമെന്റിനകത്ത്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് നിങ്ങൾ കണ്ടോ? പുള്ളിക്കാരൻ ഈ അടുത്ത സമയത്ത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു എന്നുള്ള അല്ലാതെ വെല്ലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നത്. തുടർച്ചയായിട്ട് 2 പ്രാവശ്യം മോദി ഭരിച്ചു. സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യക്കാരുടെ സ്വഭാവം തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ചിന് വേണ്ടി ഓപ്പോസിറ്റൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്ന അവർ പോലും കുത്തിയില്ല രാഹുൽ ഗാന്ധിക്ക്. പുള്ളി 2 ലോട്ടറി അടിച്ച പോലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയപ്പോഴത്തേന് ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയ്ക്ക് വേണ്ടിയല്ലേ മത്സരിച്ചത്? പിന്നെ ഈ നാട്ടിലുള്ള ചുക്കും ചുണ്ണാമ്പും പിടിച്ചുള്ള സകല തട്ടിക്കൂട്ട് പാർട്ടി ഇവരെടുത്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു മത്സരം, ഓപ്പോസിറ്റ് സൈഡിൽ മോദി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഇവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇനി കേരളത്തിൽ കോൺഗ്രസ്സിന് ജയിക്കാനും സാധ്യതയില്ല. കാരണം യുവാക്കളൊന്നും ഇല്ല, ചെറുപ്പക്കാരൊന്നും ഇല്ലാത്ത ഒരു അമ്മാവൻ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ അമ്മാവന്മാർ ഇതുപോലെയാണ് വേളം വന്ന് സ്റ്റേറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒന്ന് ഫ്രണ്ടിലേക്ക് വരാൻ ഇതുപോലെ ഇടിയിടണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ അവിടെയുള്ള പിള്ളേരൊന്ന് കയറി വരാൻ പെടുന്ന പാടെന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരമ്മാവനായിട്ട് ഫ്രണ്ട് നിൽക്കുക ഒരു നേതാവ്, പുള്ളി അങ്ങോട്ടും മാറത്തില്ല ഇങ്ങോട്ടും മാറത്തില്ല, കൈകൊണ്ട് ഇട്ടിച്ച് ദൂരെ കളയാണ് MLA ഒക്കെ. അപ്പോൾ ഇതുപോലൊരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഉണ്ടാക്കി അടുത്ത പ്രാവശ്യം ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഇതാക്കിയിട്ട് ഇപ്പം പ്രതിപക്ഷ നേതാവെന്ന് കസാരയെങ്കിലും ഉണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോഴത്തേന് ചിലപ്പം ലീഗായിരിക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വരുന്നത്. കോൺഗ്രസ് ഒക്കെ തീർന്ന് അതൊക്കെ ഏകദേശം വെടിയും പോകുകയും കഴിഞ്ഞൊരു പാർട്ടിയായി മാറിയിട്ടുണ്ട്.
നമ്മൾ ഈ സത്യനന്ദിക്കാടിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റിയൽ ലൈഫിൽ കാണേണ്ടി വരുന്നുണ്ട്. അവസ്ഥയുണ്ട്, ഭയങ്കര ഭീകരം തന്നെ ഒരു അവസ്ഥ തന്നെ കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരാൻ നേരത്തെ ഞാൻ 3 പാർട്ടിയുടെ പേര് പറയാം, നിങ്ങൾ അത് ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയണം. നിങ്ങൾ CPM വോട്ട് ചെയ്യുമെങ്കിൽ CPM എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ BJP വോട്ട് ചെയ്യുമെങ്കിൽ BJP എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ രാഹുൽ ഗാന്ധിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കേരളത്തിൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കണം. പിന്നെ ഇതിനകത്തൊരു കോമഡി, നമ്മൾ ഈ ഷക്കീല പടത്തിന് പേരിടുന്ന പോലെയാണ് ഈ ഒരു മുന്നണിയുടെ പേര്. അതാണ് ഇന്നത്തെ കോമഡി. നമ്മൾ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഈ വിഷ്വലൂടെ കാണാൻ നേരത്ത് ആ പേരും കൂടെ കാണാൻ നേരത്ത് നമുക്ക് ഇക്കിളി ഉണ്ടാകുന്ന രീതിയിലൊരു പേര്, ഐക്യ ജനാധിപത്യ മുന്നണി. ഭയങ്കര ഐക്യം തന്നെ, ഇതൊക്കെയാണ് ഐക്യം എന്ന് പറയുന്നത്. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കുന്നുണ്ട്. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അമ്മാവൻ പാർട്ടി തീർന്നെന്ന് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇതുമാതിരി ടീമിനെയൊക്കെ ജയ് വിളിക്കാനിരിക്കുന്ന മണ്ടന്മാരെ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ കുറേ ആൾക്കാർ നടപ്പുണ്ടെന്ന് വെള്ളയൊക്കെ ഇട്ടിട്ട് ഇതുപോലുള്ള ടീമിനൊക്കെയാണ് ഇവരിരുന്ന് ജയ് വിളിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോൾ അടുത്ത പ്രാവശ്യം നിയമസഭയിൽ അധികാരം പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടീമൊക്കെ ഉണ്ടല്ലോ. സമ്മതിക്കണം. ഇതുപോലെ ഒരു പബ്ലിക് സ്പേസിൽ നിന്നിട്ട് ഒരു റിബൺ മുറിക്കാൻ പെടുന്ന കഷ്ടപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ടീമിനൊക്കെ ജയ് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബോധമില്ലായ്മ തന്നെ വേണം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന 19 ലോക്സഭാ MP കൊടുത്ത മലയാളികളെ ഞാനിനി ഉപദേശിക്കുന്നില്ല. എന്തായാലും ആദ്യം ഒരു പേജ് കണ്ടോ, പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ.